ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിയസ് ലില്ലീസ് എന്നറിയപ്പെടുന്ന മെയിൻ വിഭാഗത്തിലുള്ള ബാർബഡോസ് ലില്ലി എന്ന ഉപവിഭാഗമാണ്. ഇതിനെയാണ് ഈസ്റ്റർ ലില്ലി എന്നൊക്കെ നമ്മൾ ഓരോ പ്രാദേശിക നാമത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും ഇവയുടെ പേരെന്ന് പറയുന്നത് ബാർബഡോസ് ലില്ലീസ് എന്നാണ് ഇവൻ്റെ പറയുന്നത്. അപ്പോൾ ഇവയുടെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇവയുടെ ചുവട്ടിലുണ്ടാകുന്ന സവാള അല്ലെങ്കിൽ ഉള്ളി പോലിരിക്കുന്ന അതിൻ്റെ കിഴങ്ങ് വെച്ചിട്ടാണ് ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ കിഴങ്ങ് എത്ര സൈസുള്ളത് വെക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ കിഴങ്ങിനെ എത്രത്തോളം ഗ്രോത്ത് എത്രത്തോളം വലിപ്പം വെക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഫ്ലവറിൻ്റെ ഗുണമേന്മ അല്ലെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കൂടുതലും പ്രധാനമായും ഇതിന് ഫ്ലവർ ഉണ്ടാകുന്നതിനൊക്കെ ആയിട്ട് ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്ന വളങ്ങളാണ് നമ്മൾ കൂടുതലായും കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ഇതിന് ജൈവവളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ജൈവവളമായിട്ട് പച്ച ചാണകത്തെളി, അതേപോലെ തന്നെ ബയോഗ്യാസിൻ്റെ സ്ലറി തുടങ്ങിയവയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്തരം ജൈവവളങ്ങൾ കൊടുത്തുകൊണ്ടും തന്നെ ഈ ചെടി നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഇതൊരു ലില്ലി വർഗ്ഗത്തിലുള്ള ഇതായതുകൊണ്ട് തന്നെ ഇവയുടെ കെയർ എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും. അതായത് വലിയ കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സാധാരണ ലില്ലികൾക്കെല്ലാം തന്നെ ഒരേ കെയർ തന്നെയാണ്, ഒരേ പ്രൊപ്പഗേഷനാണ്, ഒരേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ജൈവവളം കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്ന ഈ ചെടിക്ക് നല്ല ഗ്രോത്തും അതേപോലെ തന്നെ നല്ല ഫ്ലവറിന് നല്ല ഷെയ്ഡും കിട്ടാൻ വേണ്ടി ഫോസ്ഫറസ് അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതിന് വളങ്ങൾ കൊടുക്കുക എന്ന് പറയുന്നത് 20 ദിവസത്തെ ഗ്യാപ്പിൽ വളരെ ഡയല്യൂട്ട് ചെയ്തിട്ടുള്ള വളങ്ങൾ ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. അതായത് ഈ കര രൂപത്തിലുള്ള വളങ്ങൾ ഇട്ട് കൊടുത്താൽ അതാകെ എണ്ണം ചെയ്ത് അത് ചെടി വലിച്ചെടുത്ത് ഗ്രോത്ത് ആകാൻ വേണ്ടി കുറേ സമയമെടുക്കും. അതുകൊണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസറായിട്ടുള്ള വളങ്ങളായിരിക്കും ഏറ്റവും നല്ലത് ഇത്തരം ലില്ലികൾക്ക്. ഇതിൻ്റെ ഉള്ളി പോലെയുള്ള കിഴങ്ങാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പം ഇത്തരം ലില്ലികൾ അല്ലെങ്കിൽ ബാർബഡോസ് ലില്ലികളൊക്കെയും വെയിലും അതേപോലെ തന്നെ എന്നാൽ ഷെയ്ഡും ഇഷ്ടപ്പെടുന്ന തരം ചെടികളാണ്. അപ്പം രാവിലെ കിട്ടുന്ന വെയിലിലോ അല്ലെങ്കിൽ വൈകുന്നേരം അതായത് ഒരു 4 മണിക്ക് ശേഷമുള്ള വെയിലിലോ കിട്ടുന്ന രീതിയിലേക്ക് നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കിളിപ്പിച്ചെടുത്ത് ഇതേപോലെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ്. ഇത് ആണെങ്കിൽ ചിത്രശലഭത്തെയും അതേപോലെ തന്നെ തേനീച്ചകളെയൊക്കെ നല്ല രീതിയിൽ ആകർഷിക്കുന്ന ഒരു തരം ലില്ലികളാണ്. അതുകൊണ്ട് തന്നെ ഇവ നല്ല കളർ ഷെയ്ഡിലും നല്ല നിറവ്യത്യാസത്തിലും അതേപോലെ തന്നെ പല വെറൈറ്റിയിലും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ലില്ലി ആണെന്നൊരിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഒരു ഇതളിന് സൈസ് വ്യത്യാസവും, ഇത് രണ്ടും സെയിമും, ഇത് 3 വേറൊരു വലിപ്പത്തിലുമായിരിക്കും. അതായത് ഇത്തരം ലില്ലികളുടെ 3 ഈ പൂവിതളുകൾ ഒരേ ഷെയ്ഡിലും 2 വേറൊരു സൈസിലും, മൂന്നാമത്തേത് 3 സൈസിലായിരിക്കും. അതായത് ഈ പൂക്കൾക്ക് 3 സൈസിലുള്ള പൂവിതളുകളായിരിക്കും ഒരു പൂവിലുണ്ടാകുന്നത്. അതേപോലെ തന്നെ ഇതേപോലെ വരുന്ന ഒരു തണ്ടിൽ 4 പൂക്കൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ചിലപ്പോൾ 4 കൂടുതലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമുക്ക് മിക്കവാറും 4 പൂക്കളോളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 2-3 ദിവസം നിൽക്കുന്ന തരത്തിലുള്ള പൂക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പൂവാകുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ലോണിനെയൊക്കെ മനോഹരമാക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ചട്ടിയിലും അതേപോലെ തന്നെ നിലത്തും അല്ലെങ്കിൽ ബെഡിലും ഒക്കെ ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ചട്ടിയിലാണ് നമ്മൾ വളർത്തുന്നതെന്നൊരിൽ അടിവളമായിട്ട് ജൈവവളവും ഏതെങ്കിലും ഒരു ജൈവവളം, അതായത് ചാണകപ്പൊടിയോ ആട്ടുംപുഴുക്കപ്പൊടിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗാർഡൻ സോയിലോ അല്ലെങ്കിൽ റിവർ സാൻഡ് അല്ലെങ്കിൽ മണലോ നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അല്ല ഗാർഡൻ സോയിൽ മാത്രമാണ് എങ്കിലും യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ വെച്ചതിന് ശേഷം കിളുക്കുന്നിടം വരെ നമുക്കിതിനെ ഷെയ്ഡി വെച്ചതിന് ശേഷം അതിനുശേഷമാണ് ഇതിനെ ഭാഗികമായി വെയിൽ കിട്ടുന്ന രീതിയിലേക്ക് ഇറക്കേണ്ടത്. അപ്പോൾ ഇതിന് വെയിലും അതേപോലെ തന്നെ തണലും ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. അതായത് ഫുൾ തണലും ഇരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഫുൾ വെയിലും ഇരിക്കാൻ പാടില്ലാത്തൊരു ചെടിയാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഒരു നനവുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ആ ഒരു നനവിൽ ചെടി നല്ല രീതിയിൽ വളരുകയും അതേപോലെ തന്നെ ധാരാളം എത്തുകളുണ്ടായിട്ട് പുതിയ തൈകൾ ഉണ്ടാകാനും കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുക.
അതേപോലെ തന്നെ ഒരു കാരണവശാലും ഇതിൻ്റെ മണ്ണ് വറ്റിപ്പോകരുത്. അതായത് മണ്ണിലെ വെള്ളം ഒരു കാരണവശാലും വറ്റിപ്പോകുന്ന രീതിയിലാകരുത്. അപ്പോൾ ഇതിന് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം കൂടിയിട്ട് ഇതിൻ്റെ കിഴങ്ങ് ചീഞ്ഞു പോകുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഇതിനെ മെയിൻലി ബാധിക്കുന്ന രോഗം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ വെള്ളം നോക്കി കൊടുക്കുക. എന്തെങ്കിലും ഒരു കാരണവശാൽ അഴുകുന്നതായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായിട്ടോ കാണുവാണെങ്കിൽ നമ്മളപ്പം തന്നെ സ്യൂഡോമോണസ് നമുക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേറെ വലിയ പ്രശ്നങ്ങളോ കെയറുകളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കിഴങ്ങ് നമ്മൾ ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ നഴ്സറി പോയാണ് വാങ്ങിക്കുന്നത്. പ്ലാന്റ് ആയിട്ടല്ല, കിഴങ്ങായിട്ടാണ് ഇതിൻ്റെ കൂടുതലും സെയിൽ നടക്കുന്നത്. അപ്പോൾ കിഴങ്ങാണ് നമ്മൾ വാങ്ങിക്കുന്ന വഴിയിൽ അത് പ്രസ് ചെയ്യുന്ന സമയത്ത് ഞെക്ക് കൊള്ളുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അമങ്ങുന്ന രീതിയിലുള്ള കിഴങ്ങുകൾ വാങ്ങിക്കാതിരിക്കുക. കാരണം അതെന്ന് വെച്ചാൽ അത് ഒന്നിൽ വെയിൽ കൊണ്ട് വാടിയതോ അല്ല എന്നൊരിൽ അകത്ത് ഫംഗസ് ബാധയോ കാരണം അഴുകാൻ തുടങ്ങുന്നതോ ആയ കിഴങ്ങുകളായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കി നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നല്ല സ്ട്രോങ്ങിലുള്ള കിഴങ്ങ് സെലക്ട് ചെയ്യുക. അതുമാത്രമാണ് ഇതിൻ്റെ കിഴങ്ങ് സെലക്ട് ചെയ്യുമ്പം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഗ്രോത്തുള്ള വലിപ്പമുള്ള കിഴങ്ങ് സെലക്ട് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് ചെടി നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കും. ഇപ്പോൾ ചെറുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള വലിപ്പമായിരിക്കും പൂക്കൾക്കും അല്ലെങ്കിൽ ചെടിക്ക് വരുന്നത്. അതുമല്ല ഈ ചെറിയ സീഡുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് വളർന്ന് പൂവാകാൻ വേണ്ടി ഒത്തിരി സമയമെടുക്കും. ഇപ്പം മറ്റേത് വലിയ കിഴങ്ങുകളാണെങ്കിൽ കുറച്ചുകൂടി മെച്ചുവർ ആയതായിരിക്കും. അതുകൊണ്ട് തന്നെ അവ പെട്ടെന്ന് ഫ്ലവർ ആകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബാർബഡോസ് ലില്ലീസിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇത് പല കളറിൽ ലഭ്യമാകുന്നുണ്ട്. ഇത് മാത്രമല്ല റെഡിൻ്റെ കോമ്പിനേഷനൊക്കെ ആയിട്ട് ധാരാളം കളറിൽ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക.